ന്യൂസ് മലയാളം ബിഗ് ബാക്ക്. വയനാട്ടിൽ വനം വകുപ്പ് പൊളിച്ചുമാറ്റിയ ആദിവാസി കുടിലുകൾ പുനർനിർമ്മിക്കുന്നു. വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മാണം തുടങ്ങിയത്. ആദിവാസികളുടെ കുടിലുകൾ പൊളിച്ചുമാറ്റിയ വാർത്ത ന്യൂസ് മലയാളമാണ് റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്തായാലും ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയിൽ ഒരു നടപടി, ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകാം. സ്വാതി, തീർച്ചയായും നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് പുറത്തുവിട്ട വാർത്തയാണ്. ആദ്യമായി നമ്മളാണ് ഈ വാർത്ത പുറലോകത്ത് എത്തിച്ചത്. കാരണം ഇങ്ങനെ ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 3 കുടിലുകൾ 16 വർഷമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആദിവാസികൾ കുടിലുകൾ പൊളിച്ചത് എന്നതായിരുന്നു ആദ്യം ഒരു കൗതുകവും ആകാംക്ഷയും. തുടർന്നാണ് ഇത് ഏകപക്ഷീയമായി പൊളിച്ചിരിക്കുകയായിരുന്നു. വനത്തിലുള്ള കുടിയേറ്റം എന്ന ന്യായീകരണത്തിന്റെ പേരിലാണ് വനംവകുപ്പ് ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോയതെന്നാണ് മനസ്സിലായത്. തുടർന്ന് നമ്മൾ അതിന്റെ എല്ലാ തരത്തിലുള്ള ദൃശ്യങ്ങളും എത്തിച്ചു, അവരുടെ പ്രതികരണങ്ങൾ എത്തിച്ചു. നിലവിൽ പഞ്ചായത്ത് ഈ കുടുംബങ്ങൾക്ക് വീടിന് കാര്യങ്ങൾ നിർദ്ദേശിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും പാതി വഴിയിലാണ് എല്ലാ വീടുകളും ഉള്ളത്. ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ അവരുടെ വീട് വാതിൽ ഉൾപ്പെടെ വയ്ക്കാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പ കാലതാമസം കൂടെ തരണം താങ്കൾ ആ വീടുകളിലേക്ക് മാറാനെന്ന് വനംവകുപ്പിനോട് മുൻകാലങ്ങളിൽ തന്നെ ഈ കുടുംബങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും വകവയ്ക്കാതെയാണ് ആ സുപ്രഭാതത്തിൽ ഈ ഏകപക്ഷീയമായി വീടുകൾ പൂർണ്ണമായും തകർത്തത്. അതിൽ വലിയ പ്രതിഷേധമുണ്ടായി. രാഷ്ട്രീയക്കാരും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടു. തുടർന്ന് വനംവകുപ്പും വനമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഗൗരവമായി ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഇതിന്റെ മനുഷ്യാവകാശ പ്രശ്നം മനസ്സിലാക്കി അടിയന്തര നടപടികളിലേക്ക് പോയി. അവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കൃഷ്ണനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിൽ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അത് മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഇതിലെ മനുഷ്യാവകാശ ദംശനം കണക്കാക്കിക്കൊണ്ട് മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. അതിനൊക്കെ ശേഷമാണ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലത്തെ നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ വനംവകുപ്പ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചയിലാണ്. പകരം ഈ പൊളിച്ച വീടുകൾക്ക് പകരം ആ പ്രദേശത്തുള്ള വനാവകാശ നിയമ പ്രകാരം ഈ ആദിവാസി കുടുംബങ്ങൾക്ക് മാറ്റിവെച്ച ഭൂമിയുള്ള സ്ഥലമുണ്ട്, ഇതിനോട് സമീപത്ത് തന്നെയാണ്. അവിടെ ഇവർക്ക് കുടിലുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു. 2 കുടിലുകൾ നിർമ്മിച്ചു നൽകും. മറ്റൊന്ന് ലക്ഷ്മിയുടെ കുടിൽ കരാറുകാരനെ ഇടപെട്ട് ഉടൻ തന്നെ അത് പൂർണ്ണമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതുവരെ അവർ വനംവകുപ്പിന്റെ ഡോർമെട്രിയിൽ കഴിയാനുള്ള അവസരം. ശരി രതീഷ്.